ഹായ് ഓൾ, വെൽക്കം ടു ദീക്ഷ അക്കാഡമി. അപ്പോൾ എക്സാമിന്റെ ഡേറ്റ് വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? എക്സാമിന്റെ ഡേറ്റ് വന്നു, അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് വന്നു. ഏപ്രിൽ 16 മുതൽ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 മാസമാണ് കൃത്യം നമുക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ, കറക്റ്റ് ആയിട്ട് ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്ത് ജനറൽ പേപ്പറും സംസ്കൃതവും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും അടുത്ത നെറ്റ് ക്രാക്ക് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കണം ഇനി അങ്ങോട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൃത്യമായിട്ട് PYQs ഡിസ്കസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ ക്ലാസ്സുകളും ഓരോ ഏരിയാസും നമുക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾ നോക്കേണ്ടത്. അല്ലാതെ വെറുതെ ടെക്സ്റ്റ് പഠിച്ചു പോവുക അല്ലെങ്കിൽ ഓരോ ടോപ്പിക്ക് തന്നേക്കുന്ന അത് മാത്രം പഠിച്ചു പോവല്ല. ഓരോ ടോപ്പിക്കിൽ നിന്നും എക്സാമിന് ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നത് അത് ബേസ് ചെയ്തിട്ട് വേണം ഏരിയാസ് നമ്മൾ സെലക്ട് ചെയ്യാൻ. അല്ലാതെ വെറുതെ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേണും കൂടെ മനസ്സിലാക്കിയിട്ട് ഒരു 5 വർഷത്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്തിട്ട്, അതായത് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വേദിക് ലിറ്ററേച്ചറിനെ പറ്റി, വൈദിക സാഹിത്യത്തിന്റെ ഒരു സാമാന്യ പരിചയത്തെ പറ്റി പറഞ്ഞു. നമ്മൾ കുറച്ച് ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്തിരുന്നു. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് നമ്മൾ കുറെ ക്ലാസ്സുകൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഇനി അങ്ങോട്ട് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ് ഇടുന്നുണ്ടാവും. പക്ഷെ അത് കൂടാതെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ വേണം എന്നുണ്ടെങ്കിൽ 8848213642 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദീക്ഷ അക്കാഡമി നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി, ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വേദിക് ലിറ്ററേച്ചറിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ സാമാന്യ പരിചയം, ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അല്ലെ. ഇനി നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ള ഒരു 2 മാർക്കിന്റെ ചോദ്യമാണ് വേദഭാഷ്യകാരന്മാർ എന്ന് പറയുന്നത്. 2 മാർക്കാണെന്ന് വെച്ചാൽ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 2 മാർക്കിനൊക്കെ ആയിരിക്കും നമുക്ക് സാധാരണ നെറ്റും JRF ഒക്കെ കയ്യിൽ നിന്ന് പോകുന്നത് അല്ലെ. അതുകൊണ്ട് ഒരു ഏരിയയും നമ്മൾ സ്കിപ്പ് ചെയ്യരുത്. കാരണം ഒരു ക്വസ്റ്റ്യനേ ഉള്ളൂ, 2 ക്വസ്റ്റ്യനേ ഉള്ളൂ ആ ഏരിയ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാർക്കിന്റെ ഡിഫറൻസ് നല്ലപോലെ വരും. കാരണം ഒരു ക്വസ്റ്റ്യന് 2 മാർക്കാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു ഏരിയയും സ്കിപ്പ് ചെയ്യരുത്. ഇവിടെ വേദഭാഷ്യകാരന്മാരാണ് വരുന്നത്. കഴിഞ്ഞ തവണ നമുക്ക് വേദഭാഷ്യകാരന്മാരിൽ നിന്നും ക്വസ്റ്റ്യൻ വന്നത് ഓർഡറിൽ എഴുതാനായിരുന്നു, കാലക്രമം അനുസരിച്ച് ഓർഡറിൽ എഴുതാൻ. അതിനു മുമ്പൊക്കെ സാധാരണ ചോദിക്കാറ് വേദഭാഷ്യകാരന്മാര്, ഋഗ്വേദത്തിന്റെ ഭാഷ്യകാരൻ താഴെ പറയുന്നവയിൽ ആരാണ്, അല്ലെന്നുണ്ടെങ്കിൽ മാസ്റ്റർ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇല്ലെങ്കിൽ 3 വേദങ്ങൾക്ക് ഭാഷ്യം എഴുതിയിട്ടുള്ളത് താഴെ പറയുന്നവയിൽ ആരാണ്, 4 വേദങ്ങൾക്ക് എഴുതിയിട്ടുള്ളത് ആരാണ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരാറ്. അപ്പൊ നമുക്ക് ആദ്യം ഇതിനൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊക്കെയാണ് വേദഭാഷ്യകാരന്മാര്, ഓരോ വേദത്തിന്റെയും ഭാഷ്യകാരന്മാർ ആരൊക്കെയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കാം. നമുക്ക് ആദ്യം തന്നെ ഋഗ്വേദത്തിന്റെ ഭാഷ്യകാരന്മാരെ നോക്കാം. സ്കന്ദസ്വാമി, നാരായണൻ, ഉദ്ഗീഥൻ, ഹസ്താമളകൻ, വെങ്കടമാധവൻ, ലക്ഷ്മണൻ, ധനുഷ്കയജ്വൻ, ആനന്ദതീർത്ഥൻ, ആത്മാനന്ദൻ, സായണൻ, രാവണൻ, മുദ്ഗളൻ, ചതുർവേദസ്വാമി, ദേവസ്വാമി, സ്വാമി ദയാനന്ദ സരസ്വതി. ഒന്നുകൂടി വായിക്കാം. സ്കന്ദസ്വാമി, നാരായണൻ, ഉദ്ഗീഥൻ, ഹസ്താമളകൻ, വെങ്കടമാധവൻ, ലക്ഷ്മണൻ, ധനുഷ്കയജ്വൻ, ആനന്ദതീർത്ഥൻ, ആത്മാനന്ദൻ, സായണൻ, രാവണൻ, മുദ്ഗളൻ, ചതുർവേദസ്വാമി, ദേവസ്വാമി, സ്വാമി ദയാനന്ദ സരസ്വതി. ഇതിൽ ഇമ്പോർട്ടന്റ് ആയവരുടെ ടെക്സ്റ്റുകളോട് നോക്കി പോവാം. അസ്യവാമിയ സൂക്തം ആത്മാനന്ദന്റെ, വേദാർത്ഥ പ്രകാശിക ഋഗ്വേദ ഭാഷ്യ ഭൂമിക എന്നുള്ളത് ഇത് രണ്ടും സായണന്റേതാണ്. അതുപോലെ തന്നെ 3 വേദങ്ങൾക്കും ഭാഷ്യം എഴുതിയിട്ടുള്ള ത്രിവേദി ഭാഷ്യകാരനാണ് എന്തെന്ന് പറയുന്നത് ധനുഷ്കയജ്വൻ. വേദഭൂഷണമാണ് ലക്ഷ്മണന്റെ ഭാഷ്യഗ്രന്ഥത്തിന്റെ പേര്. വെങ്കടമാധവന്റേത് ഋഗ്വർത്ത പ്രദീപിക അല്ലെങ്കിൽ ഋഗ്വർത്ത ദീപിക. പിന്നെ സ്കന്ദസ്വാമിയുടെ ഭാഷ്യത്തിന്റെ പേര് ഋഗ്വേദ ഭാഷ്യം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഷ്യങ്ങളുടെ പേര് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഋഗ്വേദത്തിന്റെ ഭാഷ്യകാരന്മാര് സ്കന്ദസ്വാമി, നാരായണൻ, ഉദ്ഗീഥൻ, ഹസ്താമളകൻ, വെങ്കടമാധവൻ, ലക്ഷ്മണൻ, ധനുഷ്കയജ്വൻ, ആനന്ദതീർത്ഥൻ, ആത്മാനന്ദൻ, സായണൻ. പിന്നെയോ രാവണൻ, മുദ്ഗളൻ, ചതുർവേദസ്വാമി, ദേവസ്വാമി, സ്വാമി ദയാനന്ദ സരസ്വതി. അടുത്ത നോക്കാം. യജുർവേദത്തിന്റെ ഭാഷ്യകാരന്മാർ ആരൊക്കെയാണ്? യജുർവേദത്തിന്റെ ഭാഷ്യകാരന്മാരെ, കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഷ്യകാരന്മാരാണ് ഭവസ്വാമി, ഗുഹദേവൻ,
ഭട്ടഭാസ്കരൻ, ക്ഷുരൻ, സായണൻ, വെങ്കടേശൻ, ബാലകൃഷ്ണൻ, ശത്രുഘ്നൻ. ഇനി ശുക്ലയജുർവേദത്തിന്റെ മാധ്യന്തിന സംഹിതയുടെ ഭാഷ്യകാരന്മാരാണ് ശൗനകൻ, ഉവ്വടൻ, ഗൗരധരൻ അല്ലെങ്കിൽ ഗൗരവരൻ, രാവണൻ, മഹീധരൻ, സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി കാണ്വശാഖയുടെ ഭാഷ്യകാരന്മാരാണ് സായണൻ, ആനന്ദബോധൻ, ഹലായുധൻ, ആനന്ദാചാര്യൻ, ഭട്ടോപാധ്യായൻ. ഇത്രയും പേരാണ് എന്തിന്റെ യജുർവേദത്തിന്റെ ഭാഷ്യകാരന്മാരെന്ന് പറയുന്നത്. അപ്പൊ യജുർവേദത്തിലെ കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഷ്യകാരന്മാരാണ് ഭവസ്വാമി, ഗുഹദേവൻ, ഭട്ടഭാസ്കരൻ, ക്ഷുരൻ, സായണൻ, വെങ്കടേശൻ, ബാലകൃഷ്ണൻ, ശത്രുഘ്നൻ. ഇനി ശുക്ലയജുർവേദത്തിന്റെ ഭാഷ്യകാരന്മാരാണ്, ശുക്ലയജുർവേദത്തിന്റെ തന്നെ നമുക്കറിയാം 2 ശാഖയുണ്ടല്ലേ, മാധ്യന്തിന, കാണ്വ. അതിൽ മാധ്യന്തിന ശാഖയുടെ ഭാഷ്യകാരന്മാരാണ് ശൗനകൻ, ഉവ്വടൻ, ഗൗരധരൻ അല്ലെങ്കിൽ ഗൗരവനൻ, രാവണൻ, മഹീധരൻ, സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി കാണ്വശാഖയുടെ ഭാഷ്യകാരന്മാരാണ് സായണൻ, ആനന്ദബോധൻ, ഹലായുധൻ, ആനന്ദാചാര്യൻ, ഭട്ടോപാധ്യായൻ. അപ്പൊ ഒന്നും കൂടി നോക്കാം. കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഷ്യകാരന്മാര് ഭവസ്വാമി, ഗുഹദേവൻ, ഭട്ടഭാസ്കരൻ, ക്ഷുരൻ. പിന്നെയോ സായണൻ, വെങ്കടേശൻ, ബാലകൃഷ്ണൻ, ശത്രുഘ്നൻ. ഇത്രയും പേരാണ് കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഷ്യകാരന്മാര്. ഭവസ്വാമി, ഗുഹദേവൻ, ഭട്ടഭാസ്കരൻ, ക്ഷുരൻ, സായണൻ, വെങ്കടേശൻ, ബാലകൃഷ്ണൻ, ശത്രുഘ്നൻ. ഇനി ശുക്ല യജുർവേദത്തിന്റെ മാധ്യന്തിന സംഹിതയുടെ ഭാഷ്യകാരന്മാര് ശൗനകൻ, ഉവ്വടൻ, ഗൗരധരൻ അല്ലെങ്കിൽ ഗൗരവരൻ, രാവണൻ, മഹീധരൻ, സ്വാമി ദയാനന്ദ സരസ്വതി. ഇത്രയും പേരാണ് മാധ്യന്തിന സംഹിതയുടെ ഭാഷ്യകാരന്മാർ. ഒന്നുകൂടി നോക്കാം. ശൗനകൻ, ഉവ്വടൻ, ഗൗരധരൻ, രാവണൻ, മഹീധരൻ, സ്വാമി ദയാനന്ദ സരസ്വതി. ഇനി നോക്ക്, കാണ്വശാഖയുടെ ഭാഷ്യകാരന്മാരാണ് സായണൻ, ആനന്ദബോധൻ, ഹലായുധൻ, ആനന്ദാചാര്യൻ, ഭട്ടോപാധ്യായൻ. ഇത്രയും പേരാണ് കാണ്വശാഖയുടെ ഭാഷ്യകാരന്മാർ. ഒന്നുകൂടി നോക്കാം. സായണൻ, ആനന്ദബോധൻ, ഹലായുധൻ, ആനന്ദാചാര്യൻ, ഭട്ടോപാധ്യായൻ. അപ്പൊ ഇത്രയാണ് യജുർവേദത്തിന്റെ ഭാഷ്യകാരന്മാരെന്ന് പറയുന്നത്. അടുത്ത് നോക്കാം, സാമവേദത്തിന്റെ ഭാഷ്യകാരന്മാർ ആരൊക്കെയാണ്? സാമവേദത്തിന്റെ ഭാഷ്യകാരന്മാരാണ് മാധവ ഭട്ടൻ, ഗുണവിഷ്ണു, ഭരതസ്വാമി, ഭാസ്കര മിശ്രൻ, സായണൻ, ദേവയജ്ഞ സൂര്യ പണ്ഡിത. അപ്പൊ ഒന്നുകൂടി നോക്കാം. മാധവ ഭട്ടൻ, ഗുണവിഷ്ണു, ഭരതസ്വാമി, ഭാസ്കര മിശ്രൻ, സായണൻ, ദേവയജ്ഞ സൂര്യ പണ്ഡിത. ഇനി അഥർവവേദത്തിന്റെ ഭാഷ്യകാരനാണ് സായണൻ. അഥർവവേദത്തിന്റെ ഭാഷ്യം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സായണന്റേതാണ്. 4 വേദങ്ങൾക്കും ഭാഷ്യം എഴുതിയിട്ടുള്ള ആളാണ് സായണൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടെക്സ്റ്റുകളാണ് നോക്കാൻ, അല്ലെങ്കിൽ ഭാഷ്യഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്. നമ്മൾ ഋഗ്വേദം മാത്രമേ നോക്കിയുള്ളൂ അല്ലെ, പ്രധാനപ്പെട്ട ഭാഷ്യഗ്രന്ഥങ്ങള് ബാക്കിയുള്ള വേദങ്ങളുടെയും കൂടി നോക്കി പോവാം. ഗൗരധരൻ അല്ലെങ്കിൽ ഗൗരവരന്റെ ഭാഷ്യഗ്രന്ഥത്തിന്റെ പേരാണ് വേദവിലാസം എന്ന് പറയുന്നത്. മഹീധരന്റേത് വേദദീപം. പിന്നെ ആനന്ദബോധന്റേത് കാണ്വവേദ മന്ത്ര ഭാഷ്യ സംഗ്രഹം. ഹലായുധന്റേത് ബ്രാഹ്മണ സർവസ്വം. ആനന്ദാചാര്യന്റേത് ഭാവാർത്ഥ ദീപിക. ഇനി സാമവേദത്തിലേക്ക് വരുന്ന സമയത്ത് മാധവ ഭട്ടന്റെ സാമവിവരണം, ഗുണവിഷ്ണുവിന്റെ ഛാന്തോഗ്യ മന്ത്ര ഭാഷ്യം, ഭരതസ്വാമിയുടെ സമ്പൂർണ്ണ സാമവേദം, ഭാസ്കര മിശ്രന്റെ ആശ്രയ ബ്രാഹ്മണം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഭാഷ്യഗ്രന്ഥങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഭാഷ്യകാരൻ എന്ന് പറയുന്ന ഭാഗത്ത് നോക്കാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് ഓക്കെ ആയി എന്ന് കരുതുന്നു. ഓരോ വേദത്തിന്റെയും ഭാഷ്യകാരന്മാര് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് നിർബന്ധമായിട്ടും. കാരണം ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ അവിടുന്ന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഏരിയാസിന്റെ ഒക്കെ ഡീറ്റെയിൽഡ് ക്ലാസ്സിന് വേണ്ടിയിട്ട് 8848213642 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ കഴിയും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്